ഹായ്. അപ്പോൾ ഇന്നത്തെ ഉച്ചത്തെ കറികൾ എന്തൊക്കെ നോക്കിയാലോ. അപ്പോൾ ഇത് 2 കുക്കറും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു കുക്കറിൽ പരിപ്പാണ് കേട്ടോ, ഒരു കുക്കറിൽ വൻപയറും. അപ്പോൾ അത് അമ്മ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു തന്നിട്ടുണ്ട്, മത്തങ്ങി മുരിങ്ങയില കേട്ടോ. അപ്പോൾ അതിന് തേങ്ങയും കൂടെ പൊതിച്ചെടുക്കുക വേണ്ടുള്ളൂ. അപ്പോൾ ഞാനത് പൊതിച്ചെടുക്കട്ടെ. പച്ച തേങ്ങ ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ പൊളിച്ചെടുക്കാൻ പറ്റിയിട്ടോ. അപ്പോൾ തേങ്ങ പൊതിച്ചതിന് ചകിരിയൊക്കെ വെളുത്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും കുക്കർ 2 വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓഫാക്കി അത് കഴിഞ്ഞിട്ട് തേങ്ങയൊക്കെ പൊട്ടിച്ച് അതിൻ്റെ വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ നല്ല മധുരമുള്ള വെള്ളമായിരുന്നു. അപ്പോൾ പച്ച തേങ്ങ ആയതുകൊണ്ട് തന്നെ ഒരു കഷ്ണം കഴിക്കാൻ തോന്നിയിട്ടോ. പച്ച തേങ്ങയും ശർക്കരയും കൂടെ തിന്നാനായിട്ട് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിച്ച് നോക്ക്. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ മുരിങ്ങയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. മറ്റേ കുക്കറിൽ നമ്മൾ വൻപയറാണ് വെച്ചിരുന്നത്, അതിലേക്ക് നമ്മൾ മത്തങ്ങ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 കറിക്കും പൊടികളൊക്കെ സെയിം ആയതുകൊണ്ട് 2ക്കും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുരിങ്ങയിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എലിശ്ശേരിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. എലിശ്ശേരി നമ്മൾ കുറുകിയിട്ടല്ലേ വേണ്ടത്. തേങ്ങയുടെ അരപ്പുണ്ടാക്കാനായിട്ട് തേങ്ങയും ജീരകവും കൂടെ ഒരു മിക്സർ ജാറിക്കിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചതച്ചിട്ട് കുറച്ച് മാറ്റി വയ്ക്കേണ്ട എലിശ്ശേരിക്കായിട്ട്, ബാക്കി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ മുരിങ്ങയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയിലക്കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് വറവിടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ 2 ചെറിയുള്ളി മൂപ്പിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങയിലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എലിശ്ശേരിയുടെ കഷ്ണങ്ങൾ വേവണേ ഉള്ളൂ കേട്ടോ. നേരം കൊണ്ട് നമുക്ക് കുറച്ച് ചക്കരക്കിഴങ്ങുണ്ട്, അത് നേരാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ കൊണ്ടുവന്ന് വെച്ചാണ്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നാണ് ഉണ്ടാക്കണത്. കുറച്ച് വാടിയ പോലെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വേവിച്ചപ്പോൾ നല്ല കിഴങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് എനിക്ക് ഉച്ചത്തേക്ക് എടുക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് ഉച്ചത്തേക്ക് ചോറ് വേണ്ടല്ലോ, അപ്പോൾ ഇത് കുറച്ച് കഴിക്കാം. പിന്നെ ബാക്കിയുള്ളത് കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്കും 4 മണി ചായക്ക് എടുക്കാൻ വെച്ചിട്ടാണ് കേട്ടോ പുഴുങ്ങിയെടുക്കണത്. അപ്പോൾ ഇതാ കഴുകിയിട്ട് നമ്മൾ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കറത്തെ വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എലിശ്ശേരിയുടെ അരപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എലിശ്ശേരിയും റെഡി ആയിട്ടുണ്ട്. എനിക്ക് വറവിടേ വേണ്ടുള്ളൂ. കടുകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വറവിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്തില്ല. പിന്നെ തേങ്ങ വറുത്തിടുക അതൊന്നും ഞാൻ ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിരുന്നുള്ളൂ. അപ്പോൾ എലിശ്ശേരിയിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എടുത്തിട്ട പാത്രങ്ങളൊക്കെ ഒന്ന് അതേപോലെ എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങ് അപ്പോഴത്തേക്കൊന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊന്നും കൂടെ ഇളക്കിയിട്ട് മൂടി വയ്ക്കാം, നന്നായിട്ട് വേവട്ടെ. അപ്പോൾ അതിന് കുറച്ച് പാത്രങ്ങളും കൂടെയാണ് കഴുകാനുള്ളത്. അതുകൂടി കഴിഞ്ഞാൽ എൻ്റെ പണികളൊക്കെ ഏകദേശം ഒരുങ്ങിട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശന്നപ്പോൾ ഞാൻ ഒരു റോബസ്റ്റ് പഴം കൂടെ എടുത്ത് കഴിച്ചു. അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ.